ലൂക്കായുടെ സുവിശേഷം 18-ാമത്തെ അധ്യായം 9 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ 2 വ്യക്തിത്വങ്ങളെ നമ്മൾ കണ്ടുമുട്ടുന്നു. ചുങ്കക്കാരനും ഒരു ഫരിസേയനും. സ്വന്തം ജീവിതത്തിലെ കപടത മറച്ചുവെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ തൻ്റെ ജീവിതത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് വിവരിക്കുന്ന ഫരിസേയനും, തൻ്റെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യമുണ്ടായതുകൊണ്ട് ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയത്തെ ചൊരിഞ്ഞിടുന്ന ചുങ്കക്കാരന്. രണ്ടുപേരിൽ ആരാണ് നീതീകരിക്കപ്പെട്ട് കടന്നുപോയതെന്നൊക്കെ നമ്മൾ സുവിശേഷത്തിൻ്റെ അവസാനം വായിച്ചു കേൾക്കുന്നുണ്ട്. ഇന്നത്തെ ഈ സുവിശേഷം നമ്മൾ വായിച്ചു കേൾക്കുമ്പോൾ 2 സാധ്യതകളാണ് ദൈവം നമ്മുടെ മുൻപിൽ തുറന്നിടുന്നത്. ഒന്നുകിൽ നമ്മുടെ ജീവിതത്തെ ന്യായീകരിച്ചുകൊണ്ട് ഫരിസേയൻ ജീവിച്ചതുപോലെ നമുക്ക് വേണേൽ ജീവിച്ച് കടന്നു പോകാം. അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ യഥാർത്ഥ അവസ്ഥയെ ദൈവത്തിൻ്റെ മുൻപിൽ തുറന്നിട്ടുകൊണ്ട് ഹൃദയഭാരമില്ലാതെ ചുങ്കക്കാരൻ കടന്നുപോയതുപോലെ നമുക്ക് കടന്നു പോകാം. ഈ നോമ്പ് കാലത്ത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ജീവിതത്തോട് നമുക്ക് വിശ്വസ്തരായിരിക്കാൻ പറ്റുമോ? നമ്മുടെ ജീവിതത്തിലെ യഥാർത്ഥ അവസ്ഥയോട് നമുക്ക് വിശ്വസ്തയോടെ ആയിരിക്കുവാനായിട്ട് സാധിക്കുമോ? ക്യാൻ യു ബി സിൻസിയർ ടു യുവർ സെൽഫ്, സിൻസിയർ ടു യുവർ ലൈഫ്, സിൻസിയർ ടു യുവർ ലൈഫ് സിറ്റുവേഷൻസ്? ഇതൊരു ചോദ്യമാണ്. അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഇന്നത്തെ സമൂഹം ഒന്ന് എടുത്തു നോക്കിക്കേ. കാട്ടിക്കൂട്ടലുകളുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും നമുക്ക് ഈ കാട്ടിക്കൂട്ടലുകൾ കാണാം. സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയോ മിമിക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ അവിടെയുണ്ട്. നമ്മുടെ വീടുകളൊന്ന് എടുത്തു നോക്കിക്കേ. പരസ്പരം സ്നേഹമില്ലെങ്കിൽ പോലും മറ്റുള്ളവരുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കുന്ന, അല്ല മക്കളുടെ മുമ്പിൽ സ്നേഹം അഭിനയിക്കുന്ന ദമ്പതികളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഈ അടുത്തൊരു അപ്പൻ പറഞ്ഞ കാര്യം മനസ്സിനെ വല്ലാതെ കുത്തി നോവിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പറയാണ്, എൻ്റെ മോൻ എന്നെ സ്നേഹിക്കുന്നത് വീട്ടിലൊക്കെ ആരെങ്കിലും വരുമ്പോഴാണ്, അവൻ്റെ കൂട്ടുകാർ വരുമ്പോൾ, ബന്ധുക്കൾ വരുമ്പോഴൊക്കെയാണ് അവൻ എന്നെ സ്നേഹിക്കുന്നത് പോലെ കാണിക്കുന്നത്. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരം പോലുമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വിശ്വസ്തയോടെ ആയിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്? ഈശോ എടുത്ത് വിശുദ്ധീകരിച്ച ജീവിതങ്ങളെ ഒന്ന് നോക്കിക്കേ. ഒരു പാപിനിയായ സ്ത്രീ അവളുടെ ജീവിതത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ ക്രിസ്തുവിൻ്റെ മുമ്പിൽ വന്നിരുന്നപ്പോൾ അവളുടെ ഒന്നുമല്ലാതിരുന്ന ജീവിതത്തെ ക്രിസ്തു എടുത്തു വാഴ്ത്തി വിശുദ്ധീകരിച്ചു. സക്കേവൂസിനെ ഒന്ന് നോക്കിക്കേ. ക്രിസ്തുവിൻ്റെ മുൻപിൽ പോയി നിൽക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല എന്നുള്ള കൃത്യമായ ബോധ്യം, തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള അവബോധം അവനുണ്ട്. പാത്തിരിക്കുക. അവനെയാണ് ക്രിസ്തു വിളിച്ചിറക്കി മുൻപിൽ കൊണ്ടു നിർത്തി വാഴ്ത്തി വിശുദ്ധീകരിച്ചു വിടുന്നത്. കാനായിലെ കല്യാണ വിരുന്നിൽ യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവരുടെ വീഞ്ഞു തീർന്നു പോയി എന്നുള്ളതാണ്. അതിനെയാണ് ക്രിസ്തു എടുക്കുന്നതും വാഴ്ത്തുന്നതും വിശുദ്ധീകരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളെ ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് തുറന്നു വയ്ക്കാം. ജീവിത സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, താപത്തിൻ്റെ അവസ്ഥയിലായിക്കൊള്ളട്ടെ, വീഴ്ചയുടെ അവസ്ഥയിലായിക്കൊള്ളട്ടെ, തകർന്നിരിക്കുന്ന അവസ്ഥയായിക്കോട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ സഭയെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയൊക്കെ ക്രിസ്തുവിൻ്റെ മുൻപിലേക്ക് തുറന്നു വെക്കാം. അവൻ എടുക്കും, വാഴ്ത്തും, വിശുദ്ധീകരിക്കും. അതാണ് ഈ നോമ്പ് കാലത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ആരായിരിക്കുന്നുവോ ആ അവസ്ഥയെ ക്രിസ്തുവിന് കൊടുക്കുക, ക്രിസ്തുവിന് സമർപ്പിക്കുക. അവൻ എടുക്കട്ടെ, വാഴ്ത്തട്ടെ, വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും നമ്മുടെ ജീവിത ശൈലികളെയും ഒക്കെ നവീകരിക്കുന്ന കർത്താവിന് നമ്മളെ അറിയാം. ആ ബോധ്യത്തോടെ ക്രിസ്തുവിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആയിരിക്കാം. നോമ്പുകാലം നമ്മളെ കൂടുതൽ വിശുദ്ധീകരിക്കട്ടെ. ക്രിസ്തു നമ്മളെ എടുക്കട്ടെ, വാഴ്ത്തട്ടെ, വിശുദ്ധീകരിക്കട്ടെ.